നമസ്കാരം. തൃശൂർ റൗണ്ടപ്പിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി, MG റോഡ്, രാംദാസ് തിയേറ്ററിന് സമീപം, തൃശൂർ. AICC അധ്യക്ഷ സോണിയാഗാന്ധി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി നാളെ തൃശൂരിൽ. തേക്കിൻകാട് മൈതാനിയിലാണ് സോണിയയുടെ പ്രചാരണ ചടങ്ങ്. തൃശൂർ നഗരത്തിൽ നാളെ ഗതാഗത നിയന്ത്രണം. 17ാമത് പാലയൂർ മഹാതീർത്ഥാടനത്തിൽ പതിനായിരങ്ങൾ പങ്കെടുത്തു. സുദൃഢമായ കുടുംബ ബന്ധങ്ങളാണ് കേരളത്തെ ദൈവത്തിന്റെ സ്വന്തം നാടാക്കുന്നതെന്ന് ഫരീദാബാദ് രൂപത ആർച്ച് ബിഷപ്പ് മാർ കുര്യാക്കോസ് ഭരണിക്കുളങ്ങര. കിർമാണി മനോജുമായുള്ള ബന്ധം പുറത്തുവന്ന സ്ഥിതിക്ക് വടകരയിലെ AM ഷംസീറിന്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ച് ജനങ്ങളോട് മാപ്പു പറയാൻ CPM തയ്യാറാകണമെന്ന് KK രമ. RMP പുറത്തുവിട്ട ഫോൺ രേഖകൾ ആരുടേതാണ് എന്ന് തെളിയിക്കണമെന്ന വെല്ലുവിളി ഏറ്റെടുക്കുന്നതായും രമ. 3 വർഷത്തിനുള്ളിൽ ക്ഷേമ പെൻഷനുകളുടെ തുക 4 ഇരട്ടിയായി വർദ്ധിപ്പിച്ച ഏക സർക്കാരാണ് ഉമ്മൻചാണ്ടി സർക്കാരെന്ന് VT ബൽറാം MLA. CPM സീറ്റ് വിൽപ്പനയാണ് നടത്തുന്നത് എന്നും ബൽറാം. വാർത്തകൾ വിശദമായി. AICC അധ്യക്ഷ സോണിയാഗാന്ധി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി നാളെ തൃശൂരിൽ. സോണിയയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. സോണിയാഗാന്ധിയെ വരവേൽക്കാൻ തൃശൂർ ഒരുങ്ങിക്കഴിഞ്ഞു. പതിവുപോലെ തേക്കിൻകാട് മൈതാനിയിലാണ് സോണിയയുടെ പ്രചാരണ ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളത്. തേക്കിൻകാട് മൈതാനിയിലെ നെഹ്റു മണ്ഡപത്തിലാണ് കോൺഗ്രസ് അധ്യക്ഷ പ്രസംഗിക്കുക. ബാരിക്കേഡുകൾ കെട്ടിത്തിരിച്ചും അലുമിനിയം ഷീറ്റുകൊണ്ട് മറച്ചും കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് സജ്ജമാക്കിയിട്ടുള്ളത്. സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. 800 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് സുരക്ഷയ്ക്കായി സജ്ജമാക്കിയിട്ടുള്ളത്. SPGM ബോംബ് സ്ക്വാഡും വേദിയിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തി. IG S ഗോപിനാഥ്, ADGP ഹേമചന്ദ്രൻ, സിറ്റി പോലീസ് കമ്മീഷണർ P പ്രകാശ് എന്നിവരും സന്നിഹിതരായിരുന്നു. നാളെ ഉച്ചതിരിഞ്ഞ് 3:30ക്കാണ് സോണിയ തൃശൂരിലെത്തുക. തൃശൂർ, ചാലക്കുടി, ആലത്തൂർ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ പ്രചാരണാർത്ഥമാണ് സോണിയാഗാന്ധി തൃശൂരിൽ എത്തുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും സോണിയാഗാന്ധി പ്രചാരണത്തിനായി തൃശൂരിൽ എത്തിയിരുന്നു. തൃശൂരിലെ പ്രചാരണം കഴിഞ്ഞാൽ സോണിയാഗാന്ധി കോഴിക്കോട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കും. സോണിയാഗാന്ധിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് തൃശൂർ നഗരത്തിൽ ട്രാഫിക് പോലീസ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. നാളെ ഉച്ചതിരിഞ്ഞ് 3 മണി മുതലാണ് നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. രാവിലെ മുതൽ വാഹനങ്ങൾ സ്വരാജ് റൌണ്ടിൽ പാർക്ക് ചെയ്യാൻ അനുവദിക്കില്ലെന്ന് ട്രാഫിക് പോലീസ് അറിയിച്ചു. വാടാനപ്പള്ളി, അന്തിക്കാട്, കാഞ്ഞാണി, അടാട്ട എന്നീ ഭാഗങ്ങളിൽ നിന്നും വരുന്ന ബസ്സുകൾ പടിഞ്ഞാറേക്കോട്ടയിൽ സർവീസ് അവസാനിപ്പിച്ച് തിരിച്ചു പോകേണ്ടതാണ്. സുദൃഢമായ കുടുംബ ബന്ധങ്ങളാണ് കേരളത്തെ ദൈവത്തിന്റെ സ്വന്തം നാടാക്കുന്നതെന്ന് ഫരീദാബാദ് രൂപത ആർച്ച് ബിഷപ്പ് മാർ കുര്യാക്കോസ് ഭരണിക്കുളങ്ങര അഭിപ്രായപ്പെട്ടു. പാലയൂർ മഹാതീർത്ഥാടനത്തിന് സമാപനം കുറിച്ച് നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നല്ല കുടുംബ ബന്ധങ്ങളുടെ വളർച്ചയ്ക്ക് യുവജനങ്ങൾ കൂടുതൽ കരുതൽ കാട്ടണം. ഇത്രയേറെ വിശ്വാസികൾ പങ്കെടുക്കുന്ന ഒരു തീർത്ഥാടനം ഇന്ത്യയിൽ മറ്റൊരിടത്തുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തൃശൂർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് അധ്യക്ഷനായിരുന്നു. സഹായമെത്രാൻമാർ റാഫേൽ തട്ടിൽ, ബിഷപ്പ് മാർ ജോസഫ് പാസ്റ്റർ നീലങ്കാവിൽ, വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോർജ് എടക്കളത്തൂർ, പാലയൂർ തീർത്ഥാടനം ജനറൽ കൺവീനർ ഫാദർ ജോൺസൺ ഐനിക്കൽ, പാസ്റ്ററൽ കൌൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു കുണ്ടുകുളം, ഡോക്ടർ റെജീന എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന സമൂഹ ദിവ്യബലിക്ക് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മീനച്ചൂടിനെ വകവയ്ക്കാതെ വിശ്വാസസാഗരം ആർത്തിരമ്പിയ 17ാമത് പാലയൂർ മഹാതീർത്ഥാടനം നോമ്പുകാല പരിത്യാഗത്തിന്റെ അവിസ്മരണീയ അനുഭവമായി. പ്രാർത്ഥനകളും പരിഹാര പ്രവൃത്തികളുമായി പതിനായിരങ്ങളാണ് തീർത്ഥാടനത്തിൽ പങ്കെടുത്തത്. ഭാരതത്തിലെ ക്രൈസ്തവ വിശ്വാസികളുടെ പിള്ളത്തൊട്ടിലെന്നും വിശ്വാസത്തിന്റെ തറവാട് എന്നും വിശേഷിപ്പിക്കപ്പെടുന്ന പാലയൂരിന്റെ പുണ്യഭൂമിയിലേക്ക് ജില്ലയുടെ പ്രധാന പാതകളിലൂടെയെല്ലാം പതിനായിരങ്ങൾ വിശ്വാസ സാക്ഷ്യവുമായി ഒഴുകിയെത്തി. യേശുക്രിസ്തുവിന്റെ പീഠാനുഭവ സഹനങ്ങളിൽ പങ്കുകാരാകുന്നതിന്റെ പ്രതീകമായാണ് കൊടിയ മീനച്ചൂടിനെ വകവയ്ക്കാതെ തിളച്ചുപഴുത്ത നഗരവീഥികളിലൂടെ വിശ്വാസി സഹസ്രങ്ങൾ മാർത്തോമയുടെ തീർത്ഥകേന്ദ്രത്തിലേക്ക് എത്തിയത്. കുരിശിന്റെ വഴി, ജപമാല, കരുണയുടെ ജപമാല തുടങ്ങിയ പ്രാർത്ഥനകൾ ചൊല്ലിയും പീഠാനുഭവ ഗാനങ്ങൾ ആലപിച്ചുമാണ് അതിരൂപതയിലെ വിവിധ ഇടവകകളിൽ നിന്നുള്ള വിശ്വാസികൾ പാലയൂരിലേക്ക് അടിവെച്ചു നീങ്ങിയത്. ഞായറാഴ്ച രാവിലെ 7-ന് ലൂർദ് മെട്രോപൊളിറ്റൻ കത്തീഡ്രലിൽ വെച്ച് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് കത്തീഡ്രൽ വികാരി ഫാദർ വർഗീസ് കുത്തൂരിനെ പേപ്പൽ പതാക കൈമാറിയതോടെ മുഖ്യ പദയാത്രയ്ക്ക് തുടക്കമായി. തുടർന്ന് അയ്യന്തോൾ, അമല, പറപ്പൂർ വഴി മുഖ്യ പദയാത്ര പാവറട്ടിയിൽ എത്തിച്ചേർന്നു. ഇതോടൊപ്പം ഒല്ലൂർ, വടക്കാഞ്ചേരി, മറ്റം, വേലൂർ, പഴുവിൽ, കൊട്ടേക്കാട്, വലപ്പാട്, കണ്ടശാംകടവ് എന്നിവിടങ്ങളിൽ നിന്ന് മേഖലാ പദയാത്രകളും ഉപപദയാത്രകളും പാലയൂരിനെ ലക്ഷ്യമാക്കി നീങ്ങി. പാവറട്ടി വിശുദ്ധ യൗസേപിതാവിന്റെ തീർത്ഥകേന്ദ്രത്തിൽ മുഖ്യ പദയാത്രയിൽ പങ്കെടുക്കുന്നവർക്കായി ഉച്ചഭക്ഷണം ഒരുക്കിയിരുന്നു. 20,000 പേർക്കുള്ള ഉച്ചഭക്ഷണമാണ് ഇവിടെ ഒരുക്കിയിരുന്നത്. ഉച്ചതിരിഞ്ഞ് 3-ന് വിവിധ മേഖലാ പദയാത്രകളും മുഖ്യ പദയാത്രയും
പഞ്ചാരമുക്ക് ജംഗ്ഷനിൽ സംഗമിച്ച് ഒന്നിച്ച് തീർത്ഥകേന്ദ്രത്തിലേക്ക് നീങ്ങി. പദയാത്ര പാലയൂർ തീർത്ഥകേന്ദ്രത്തിലെത്തിയതോടെ 3:30 പൊതുസമ്മേളനം ആരംഭിച്ചു. പദയാത്രയുടെ മാറ്റുകൂട്ടുന്നതിന് കുരിശിന്റെ വഴിയിലെ വിവിധ രംഗങ്ങളുടെ നിശ്ചല ദൃശ്യങ്ങളും ഒരുക്കിയിരുന്നു. വിവിധ ഇടവകകളുടെയും സന്നദ്ധ സംഘടനകളുടെയും നേതൃത്വത്തിൽ വഴിയരികിൽ ശീതളപാനീയ വിതരണവും ഉണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് TCV. പാലയൂർ മഹാതീർത്ഥാടനത്തിന് പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ ആവേശോജ്വലമായ സ്വീകരണം നൽകി. തൃശൂർ ലൂർദ് കത്തീഡ്രലിൽ നിന്നുള്ള മുഖ്യപദയാത്രയും ഒല്ലൂർ പഴുവിൽ ഫെറോനകളിൽ നിന്നുള്ള മേഖലാ പദയാത്രകളുമാണ് പാവറട്ടി തീർത്ഥകേന്ദ്രത്തിൽ എത്തിയത്. പാവറട്ടിയിൽ എത്തിച്ചേർന്ന തീർത്ഥാടകരായ 10,000ങ്ങൾക്ക് പാരിഷ് ഹാളിൽ ഉച്ചഭക്ഷണം നൽകി. തുടർന്ന് പാവറട്ടിയിൽ നിന്നും പാലയൂരിലേക്ക് നടന്ന തീർത്ഥയാത്രയ്ക്ക് അതിരൂപതാ സഹായമെത്രാൻമാർ റാഫേൽ തട്ടിലും പാവറട്ടി തീർത്ഥകേന്ദ്രം വികാരി ഫാദർ ജോൺസൺ അരിമ്പൂരും നേതൃത്വം നൽകി. സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന 10,000 ജപമാല ചൊല്ലിക്കൊണ്ടാണ് പാലയൂർ മഹാതീർത്ഥാടനത്തിന് അണിനിരന്നത്. LDFന്റെ വടകര ലോക്സഭാ സ്ഥാനാർത്ഥി AM ഷംസീറും TP കൊലക്കേസിലെ പ്രതി കിർമാണി മനോജുമായുള്ള ബന്ധം പുറത്തുവന്ന സ്ഥിതിക്ക് അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ച് ജനങ്ങളോട് മാപ്പു പറയാൻ CPM നേതൃത്വം തയ്യാറാകണമെന്ന് KK രമ ആവശ്യപ്പെട്ടു. RMP തൃശൂർ ലോക്സഭാ സ്ഥാനാർത്ഥി TL സന്തോഷിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ TCVയോട് സംസാരിക്കുകയായിരുന്നു അവർ. ഷംസീറും കിർമാണി മനോജുമായി ബന്ധപ്പെട്ട ഫോൺ നമ്പറുകളാണ് തങ്ങൾ പുറത്തുവിട്ടത്. TPയുടെ കൊലയാളിയുമായി ബന്ധപ്പെട്ട ഇടനിലക്കാരനാണ് ഇയാൾ. അതുകൊണ്ട് തന്നെ ഷംസീറിനെ പ്രതി ചേർത്ത് കേസ് രജിസ്റ്റർ ചെയ്യാൻ സർക്കാർ തയ്യാറാകണം. RMP പുറത്തുവിട്ട ഫോൺ നമ്പറുകൾ ഒരേ ടവർ ലൊക്കേഷനിലായിരുന്നു എന്നതിന്റെ രേഖകൾ തങ്ങളുടെ കൈവശമുണ്ട്. ഇത് ആവശ്യമായ സമയത്ത് ഹാജരാക്കാനും തയ്യാറാണ്. കിർമാണി മനോജ് ജയിലിൽ ഉപയോഗിച്ചിരുന്ന അതേ ഫോൺ നമ്പർ തന്നെയാണ് കോൾ ലിസ്റ്റിലുള്ളത്. അതേസമയം RMP പുറത്തുവിട്ട ഫോൺ നമ്പർ ഷംസീറിന്റേതല്ല എന്ന P ജയരാജന്റെ ആരോപണം ശരിയല്ല. ഇക്കാര്യം തെളിയിക്കുക എന്നത് ഒരു വെല്ലുവിളിയായി ഏറ്റെടുക്കുന്നതായും രമ വ്യക്തമാക്കി. വടകരയിലെ ലോക്സഭാ സ്ഥാനാർത്ഥിയായിരുന്ന AM ഷംസീറിന് ഈ TP കേസിലെ കൊലയാളികളുമായിട്ട് അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നുള്ള തെളിവാണ് അദ്ദേഹത്തിന്റെ ഫോൺ ലിസ്റ്റുകൾ രേഖകൾ പ്രകാരം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അപ്പം അതുപ്രകാരം ഈ കൊലപാതക കേസിലെ ഗൂഢാലോചനക്കാരും ഈ പ്രതികളുമായിട്ടുള്ള ബന്ധപ്പെടുന്നതിനുള്ള ഇടനിലക്കാരനായി നിന്നയാളാണ് ഷംസീർ എന്നതുകൊണ്ട് തന്നെ ആ ഷംസീറിനെ പ്രതി ചേർത്ത് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇടവേള. വാർത്തകളിലേക്ക്. 3 വർഷത്തിനുള്ളിൽ ക്ഷേമ പെൻഷനുകളുടെ തുക 4 ഇരട്ടിയായി വർദ്ധിപ്പിച്ച കേരള ചരിത്രത്തിലെ ഏക സർക്കാരാണ് ഉമ്മൻചാണ്ടി സർക്കാരെന്ന് VT ബൽറാം MLA പറഞ്ഞു. ആലത്തൂർ ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി KA ഷീബയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം UDF എരുമപ്പെട്ടിയിൽ സംഘടിപ്പിച്ച പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ കണക്കിലെടുത്ത് ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തിയാൽ കേരളത്തിലെ 20 മണ്ഡലങ്ങളിലും UDF സ്ഥാനാർത്ഥികൾ വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. CPM സീറ്റ് വിൽപ്പനയാണ് നടത്തുന്നത്. തെരഞ്ഞെടുപ്പിലെ പരാജയം മുന്നിൽ കണ്ടാണ് CPM സീറ്റുകൾ നല്ല വിലയ്ക്ക് ലേലം ചെയ്യുന്നത്. ദേശീയ തലത്തിൽ വർഗീയ ശക്തികൾ അധികാരത്തിൽ വരുന്നത് തടയാൻ UDF സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്നും സാധാരണക്കാരായ ജനങ്ങളുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനുമായി ഒട്ടനവധി പദ്ധതികളാണ് UPA സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ളത് എന്നും MLA പറഞ്ഞു. UDF ചെയർമാൻ അമ്പലപ്പാട്ട് മണികണ്ഠൻ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന ആസൂത്രണ ബോർഡ് അംഗം CP ജോൺ, DCC അംഗം V കേശവൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷാജൻ കുണ്ടന്നൂർ, TK ശിവശങ്കരൻ, MS വിജയൻ, TK ദേവസി, ആസാദ് എരുമപ്പെട്ടി, PS സുനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചു. മാർക്സിസ്റ്റ് പാർട്ടി ഒന്ന് നന്നായി കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഇവിടുത്തെ മാർക്സിസ്റ്റ് അനുഭാവികൾ, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് വിശ്വാസികൾ, അവർ പോലും ഈ തെരഞ്ഞെടുപ്പിൽ ഷീബയ്ക്ക് അനുകൂലമായി കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആ പാർട്ടിയെ സ്നേഹിക്കുന്ന ആളുകൾ പോലും മാറ്റം ആഗ്രഹിക്കുന്നു. ഇങ്ങനെ പരസ്യമായി സീറ്റുകൾ ലേലം ചെയ്യാൻ പാടും. നമ്മൾ അധികാരത്തിൽ വരുമ്പോ വെറും 200 രൂപയായിരുന്നു പെൻഷൻ, ക്ഷേമ പെൻഷൻ, വിധവാ പെൻഷൻ, വാർദ്ധക്യകാല പെൻഷൻ, അഗതി പെൻഷൻ. അങ്ങനെ കാട്ടൂർ തേക്കുമുലയിൽ മഴയിലും കാറ്റിലും വ്യാപകമായ നാശനഷ്ടം. ഇല്ലിക്കാട് കറുകത്തല അസീസിന്റെ വാഴത്തോട്ടവും കപ്പത്തോട്ടവും നശിച്ചു. 1 ഏക്കർ പാട്ടത്തിനടുത്ത് നടത്തിയിരുന്ന കൃഷികളാണ് നശിച്ചത്. തേക്കുമുലയിൽ തട്ടിൽ കുരുവിള പോൾസിന്റെ വാഴത്തോട്ടവും നശിച്ചിട്ടുണ്ട്. റോഡിലേക്ക് മരം കടപുഴകി വീണ് തേക്കുമുലയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. ഇലക്ട്രിക് പോസ്റ്റ് വീണ് മേഖലയിലെ വൈദ്യുതി ബന്ധവും തകരാറിലായി. പുതുക്കാട് ദേശീയപാതയിൽ നിയന്ത്രണം വിട്ട കാർ കുറുമാലി പാലത്തിലിടിച്ച് സ്ത്രീ ഉൾപ്പെടെ 5 പേർക്ക് പരിക്കേറ്റു. അപകടത്തിൽപ്പെട്ട കാർ പുഴയിലേക്ക് തൂങ്ങിക്കിടക്കുകയായിരുന്നു. നന്ദിക്കര വിളക്കപ്പാടി ശശികുമാർ സഹോദരൻ സന്തോഷ് ബാബു, പിതൃ സഹോദരൻ കുട്ടൻ, സഹോദരി വിജയ, ഭർത്താവ് വാസു എന്നിവർക്കാണ് പരിക്കേറ്റത്.
കാറിലുണ്ടായിരുന്ന 2.5 വയസ്സുകാരി ശിവാഞ്ജലി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ശിവകുമാറിന്റെ ജ്യേഷ്ഠന്റെ മൃതദേഹവുമായി പോയിരുന്ന ആംബുലൻസിന്റെ പുറകിൽ സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. നിയന്ത്രണം വിട്ട കാർ പാലത്തിന്റെ കൈവരികളിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ തകർന്ന കാർ കൈവരിയിൽ കൊളുത്തിപ്പിടിച്ച് പുഴയിലേക്ക് തൂങ്ങിക്കിടന്നു. ദേശീയപാതയിലൂടെ പോയിരുന്ന ബസ് യാത്രക്കാരും ഓട്ടോറിക്ഷ ഡ്രൈവർമാരും ചേർന്നാണ് കാറിനകത്തുണ്ടായിരുന്നവരെ സാഹസികമായി രക്ഷപ്പെടുത്തിയത്. പുതുക്കാട് നിന്നും എത്തിയ ഫയർഫോഴ്സും പോലീസും ചേർന്നാണ് കാർ പുറത്തേക്ക് എടുത്തത്. പരിക്കേറ്റവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിരവധി മോഷണ കേസുകളിലെ പ്രതിയെ കഞ്ചാവുമായി തൃശൂർ ഈസ്റ്റ് SIയുടെ നേതൃത്വത്തിൽ ഷാഡോ പോലീസ് അറസ്റ്റ് ചെയ്തു. മുനമ്പം തമ്മനം സ്വദേശി അരുണിനെയാണ് കഞ്ചാവ് പൊതികളുമായി തൃശൂർ വടക്കേ സ്റ്റാൻഡിൽ നിന്നും പിടികൂടിയത്. അറസ്റ്റിലായ അരുൺ 3 ക്ഷേത്ര മോഷണ കേസുകളിലും 12 മൊബൈൽ മോഷണ കേസുകളിലും പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. SI P ലാൽകുമാർ, ഷാഡോ പോലീസ് അംഗങ്ങളായ ഡേവിസ്, വിജയൻ, സുബ്രതകുമാർ, പഴനിസ്വാമി, ഉല്ലാസ്, ലിഗേഷ്, ജീവൻ തുടങ്ങിയവർ പ്രതിയെ അറസ്റ്റ് ചെയ്ത സംഘത്തിൽ ഉണ്ടായിരുന്നു. തൃശൂർ ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി KP ധനപാലന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കോർപ്പറേഷൻ കാളത്തോട് ഡിവിഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പദയാത്ര നടത്തി. നെല്ലിക്കുന്ന് സെന്ററിൽ നിന്നും ആരംഭിച്ച പദയാത്രയ്ക്ക് മുൻ മേയർ IP പോൾ നേതൃത്വം നൽകി. ഡിവിഷനിലെ വിവിധ പ്രദേശങ്ങളിൽ സഞ്ചരിച്ച പദയാത്രയിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. ഇടവേള. വാർത്തകളിലേക്ക്. ഇനി ജനവിധി 2014. ജനവിധി 2014 നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കല്യാൺ സിൽക്സ്. പ്രചാരണം കൊട്ടിക്കലാശത്തിലേക്ക് നീങ്ങുന്നു. ആവേശ അലകൾ തീർത്ത് അണികൾ. തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ പ്രചാരണം അവസാന അംഗപ്പുറപ്പാടിലേക്ക് നീങ്ങി. പരസ്യപ്രചാരണം അവസാനിപ്പിക്കാൻ ഇനി 2 നാൾ കൂടി മാത്രമാണുള്ളത്. ചൊവ്വാഴ്ച വൈകിട്ട് 6-നാണ് പ്രചാരണം കൊട്ടിക്കലാശിക്കുക. ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം ആവേശകരമായ അന്ത്യത്തിലേക്കാണ് നീങ്ങുന്നത്. വിവിധ സ്ഥാനാർത്ഥികളും അണികളും പ്രധാന വ്യക്തികളെയും ആരാധനാലയങ്ങളും സന്ദർശിച്ചു. വീട് വീടാന്തരം കയറിയിറങ്ങിയും വോട്ട് ചോദിക്കുന്ന അവസാനഘട്ട തിരക്കിലാണ്. ചൊവ്വാഴ്ച വിവിധ കേന്ദ്രങ്ങളിൽ പ്രചാരണത്തിന്റെ കൊട്ടിക്കലാശം ആഘോഷമാക്കാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു. തൃശൂർ ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി KP ധനപാലൻ തൃശൂർ, പാലയൂർ എന്നിവിടങ്ങളിലും LDF സ്ഥാനാർത്ഥി CN ജയദേവൻ ഒല്ലൂരിലും BJP സ്ഥാനാർത്ഥി KP ശ്രീശൻ തൃശൂരിലും പര്യടനം നടത്തി. ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥി സാറ ജോസഫ് ചാവക്കാട് മേഖലയിലും പര്യടനം നടത്തി. ആലത്തൂർ മണ്ഡലം UDF സ്ഥാനാർത്ഥി KA ഷീബ ചിറ്റൂർ, നെന്മാറ എന്നിവിടങ്ങളിലും LDF സ്ഥാനാർത്ഥി PK ബിജു ആലത്തൂരിലും BJP സ്ഥാനാർത്ഥി ഷാജ്മോൻ വട്ടേക്കാട് വടക്കാഞ്ചേരിയിലും പര്യടനം നടത്തി. ചാലക്കുടി മണ്ഡലം UDF സ്ഥാനാർത്ഥി PC ചാക്കോ കയ്പമംഗലത്തും LDF സ്ഥാനാർത്ഥി ഇന്നസെന്റ് ചാലക്കുടിയിലും BJP സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ മലക്കപ്പാറയിലും പര്യടനം നടത്തി. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആവേശം പകർന്ന് ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ബൈക്ക് റാലിയും പ്രകടനവും നടന്നു. അതേസമയം 16-ാം ലോക്സഭയിലേക്കുള്ള ആദ്യഘട്ട വോട്ടെടുപ്പ് തിങ്കളാഴ്ച നടക്കും. ന്യൂസ് ഡെസ്ക് TCV. ഇനി നാട്ടുകൂട്ടം. ഇന്നത്തെ നാട്ടുകൂട്ടം എത്തി നിൽക്കുന്നത് മാങ്ങാട്ടുകര വഴിയമ്പലത്തിലാണ്. ദേശീയ രാഷ്ട്രീയവും സംസ്ഥാന രാഷ്ട്രീയവും ഏറെക്കുറെ ചർച്ച ചെയ്യപ്പെടുന്ന ഇവിടെയാണ് ഇന്നത്തെ നാട്ടുകൂട്ടം എത്തി നിൽക്കുന്നത്. ഇവിടുത്തെ സുഹൃത്തുക്കളുടെ അഭിപ്രായമാണ് ഇന്നത്തെ നാട്ടുകൂട്ടത്തിൽ. അങ്ങോട്ടോട് കൂടി രക്ഷയില്ല. അവരിപ്പോൾ അവിടെ എവിടെയാ പിന്നെ കോൺഗ്രസ് ജയിച്ചു വന്നു കഴിഞ്ഞാൽ നാട്ടിൽ സമാനം ജയിച്ചു പോവാം. വേറെ രക്ഷയില്ല. സ്ഥാനാർത്ഥിനെ നോക്കിയിട്ടാണോ അത് പാർട്ടി നോക്കിയിട്ടാണോ വോട്ട് ചെയ്യണം? ഒരുവിധം സ്ഥാനാർത്ഥിയെ നോക്കിയിട്ടായിരിക്കും. BJP അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ BJP ഒറ്റയ്ക്ക് അധികാരത്തിൽ വരാൻ സാധിക്കില്ല. മറ്റുള്ള പാർട്ടികളായിട്ടാണ് അധികാരത്തിൽ ചിലപ്പോൾ വരിക. അപ്പം അങ്ങനെ വരികയെന്ന് വെച്ചാൽ അധികകാലം ഭരണം നിലനിൽക്കില്ല. അത് നമ്മുടെ രാജ്യത്തിന് അത് ദോഷം ചെയ്യും. പിന്നെ കോൺഗ്രസ് ഭരണമാണ് ഇന്ത്യയിലെ ഏറ്റവും നല്ല ഉറപ്പായിട്ടുള്ള ഭരണം.
പ്രാവശ്യം കോൺഗ്രസിന് നല്ലോണം ഭൂരിപക്ഷത്തിൽ സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. 2 മാസം കൂടുമ്പോൾ 3 മാസം കൂടുമ്പോഴെങ്കിലും അവർ ജയിച്ചു പോയ സ്ഥലങ്ങളിലേക്കൊന്ന് ആൾക്കാരെ സമ്പർക്കം പുലർത്തുന്നത് നല്ലതാണ്. വികസനങ്ങൾ നമ്മുടെ നാട്ടിൽ എന്തൊക്കെ വേണ്ടതിനെ കുറിച്ച് ആദ്യം പഠിക്കുക, അതിനുശേഷം നമ്മൾ അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ ജനങ്ങളോടൊപ്പം ഒന്ന് സഹകരിക്കുക, ജനങ്ങളുമായിട്ട് ഇടപഴകി എന്താണ് ഇവിടുത്തെ പോരായ്മകളെന്ന് പഠിക്കാനുള്ള തയ്യാറെടുപ്പ് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ആദ്യം ജനങ്ങളുമായിട്ട് സംവാദം നടത്തി അവരുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞ് അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ നോക്കുക. തെറ്റുകളും കുറ്റങ്ങളും മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തിരുത്താനുള്ള ശ്രമങ്ങൾ നടത്തുക. അങ്ങനെ നാടിൻ്റെ ഒരു വികസനത്തിൽ പങ്കാളിയാവുക, ജനങ്ങളോടൊപ്പം നിൽക്കുക. അതാണ് വേണ്ടത്. തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു മാറ്റത്തിന് സാധ്യത കാണുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു മാറ്റത്തിന് സാധ്യത കാണില്ല. നിലനിൽക്കുന്ന ഈ സീറ്റ് കോൺഗ്രസിന് കിട്ടുന്ന ഒരു പ്രതീക്ഷ നമുക്ക് കാണാനുള്ളത്. കിട്ടുന്ന ആഗ്രഹം കൊണ്ടല്ല, അതിന് സാധ്യത കാണുന്നില്ല എന്നുള്ളത്. എൻ്റെ നോട്ടത്തിൽ കോൺഗ്രസിന് ഇട്ട സ്ഥാനത്തേക്ക് പോവും. പക്ഷെ BJPക്ക് ഭരണം കിട്ടാനുള്ള സാധ്യതയില്ല. കൂട്ടുകക്ഷി ഭരണമാണ് വരിക. എന്തായാലും പ്രാദേശിക പാർട്ടികൾ തമ്മിലുള്ള കൂട്ടുകെട്ട് ആർക്കാണോ കൂടുതൽ കിട്ടുന്നത് അവർ ഭരിക്കും എന്നുള്ളത് എൻ്റെ. ദേശീയ രാഷ്ട്രീയത്തിലൊരു മാറ്റത്തിന് വലിയ സാധ്യത കാണുന്നുണ്ട്. ദേശീയ രാഷ്ട്രീയത്തിൽ എന്തായാലും ഒരു മാറ്റം സംഭവിക്കും. അതിന് കാരണം അഴിമതി, വിലക്കയറ്റം, അതുപോലെയുള്ള പ്രധാനപ്പെട്ട സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ വിലക്കയറ്റം, അഴിമതി, ഇതൊക്കെ പെട്ടെന്ന് വോട്ടർമാരെ വശീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയ മാറ്റം. ഒറ്റയ്ക്ക് ആർക്കും ഇന്ത്യയിൽ ഭരിക്കാൻ സാധിക്കില്ല, അത് സംശയമില്ല. തെരഞ്ഞെടുപ്പിൽ നാട്ടുവഴികളിലെ കൂട്ടായ്മയുടെ മനസ്സറിയാൻ TCV നടത്തുന്ന നാട്ടുകൂട്ടം യാത്ര തുടരുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് പൂങ്കുന്നം രാജേശ്വരന്റെ തട്ടുകടയിൽ. ആദ്യം ഒരു ചൂട് ദോശ, അതിനുശേഷം ചൂടുള്ള ചർച്ചയിലേക്കും. തെരഞ്ഞെടുപ്പ് ചൂടൊക്കെ ആയി അല്ലേ? എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ്? 2 തരത്തിൽ വ്യാഖ്യാനിക്കാം. ഒന്ന് ഇപ്പോഴത്തെ പുതു വോട്ടർമാരുടെ മനോഭാവം, പിന്നെ നാടിന്റെ ഇപ്പോഴത്തെ പോക്ക്. ഇപ്പൊ നമ്മളിപ്പോ നിഷേധ വോട്ട് ചെയ്ത് വീണ്ടും നമ്മുടെ കൈകാശത്തിന് വീണ്ടും റീ ഇലക്ഷൻ വരുമ്പോൾ നമ്മുടെ കാശം തന്നെ പോകുന്നത്. അത് ചെയ്യേണ്ടത് കൃത്യമായിട്ട് ചെയ്യാം. തെരഞ്ഞെടുപ്പ് കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ നടന്നു പോണു. പ്രവർത്തനങ്ങളും കാര്യങ്ങളൊന്നും വലിയ കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. തൃശ്ശൂരെ സംബന്ധിച്ച് ആർക്കാ വിജയസാധ്യത കൂടുതൽ? വിജയസാധ്യത കൂടുതൽ ഇപ്പോഴത്തെ ഒരു ഏകദേശം ഒരു കണക്കൂട്ടലില് നമ്മുടെ LDF ജയിക്കാനാണ്. ഒരു 90% വരെ സാധ്യത. തൃശ്ശൂർ എല്ലാവരും കട്ടക്ക് നിൽക്കണം. എല്ലാവരും ഭയങ്കര ഫൈറ്റിംഗ് അല്ലേ, എല്ലാം ഭയങ്കര തുല്യമായിട്ടല്ലേ നിൽക്കുന്നത്. ആര് വേണമെങ്കിൽ ജയിക്കാം. അപ്പൊ ആര് വന്നു കഴിഞ്ഞാലും കണക്ക് തന്നെയാണ്. അത്ര അതിപ്പോ ഏത് പാർട്ടി വന്നു കഴിഞ്ഞാലും കുറച്ച് നല്ലതുണ്ടാവും, കുറച്ച് വിടക്കുണ്ടാവും. അപ്പൊ മാറി മാറി വരും. തൃശ്ശൂർ മണ്ഡലത്തിലെ വിജയസാധ്യത ആർക്കാ താങ്കൾക്കാണ്? തൃശ്ശൂർ ഇപ്പോ ആം ആദ്മിയുടെ സാറാ ജോസഫൊക്കെ നിൽക്കുന്നുണ്ട്. എങ്കിലും ഇവിടെ സാധാരണ ഇടതും വലതുമാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിലൊരു മാറ്റം പ്രതീക്ഷിക്കുന്നില്ല. അത് അതുപോലെ തന്നെയായിരിക്കും തോന്നുന്നു. CN ജയദേവനാണ് ഞാൻ വോട്ട് ചെയ്യാന്നുള്ളത് എനിക്കറിയാം. പിന്നെ സാറാ ജോസഫിന്റെ പാർട്ടി എന്ന് പറയുന്ന ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന പാർട്ടി വളരെ നല്ലൊരു പാർട്ടിയാണ്. കേജ്രിവാളിന്റെ അതിധീരമായിട്ടുള്ള മുന്നേറ്റങ്ങളും പലതും നമ്മൾ ടെലിവിഷനിലൂടെ മാത്രം പ്രിന്റ് മീഡിയയിലൂടെയും മാത്രം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ എനിക്ക് ആ പാർട്ടിയോട് വിശ്വാസമില്ല. നല്ല ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രം വോട്ട് ചെയ്യുക എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. അല്ലാതെ രാഷ്ട്രീയ പാർട്ടിയുടെ കൊടിയുടെ നിറം നോക്കിയിട്ടും ചെയ്തിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. കാരണം കഴിഞ്ഞ വർഷം തോറ്റെങ്കിലും ആൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ പേരില് ജയദേവമാഷ് വരുന്ന പ്രതീക്ഷ. ആം ആദ്മി പാർട്ടി കുഴപ്പമില്ലാത്തൊരു പാർട്ടിയാണ്. കുഴപ്പമില്ല, കാരണം ഇവർ കയറി വരുന്നേ ഉള്ളൂ. ഈ പാർട്ടിനെ കുറിച്ച് ആർക്കും വ്യക്തിപരമായിട്ടും ആർക്കും ഒന്നും പറയാനില്ല ഇതില്ല. സാറാ ജോസഫ് എന്ന് പറയുന്നത് സാഹിത്യകാരി, അവർക്ക് അതിൻ്റെതായ ഒരു മൂല്യാവകാശങ്ങൾ കംപ്ലീറ്റ് കാര്യങ്ങൾ അവരതിൻ്റെതായ ഓക്കെ ആയിട്ട് പോണ കാര്യങ്ങൾ. പക്ഷെ അവരുടെ ഭാഗത്തുനിന്ന് ഒരുപാട് നല്ല ഭാഗങ്ങളുണ്ട്. ആ ഒരു വ്യക്തിനെ മാത്രം വെച്ചിട്ട് ബാക്കിയുള്ള ആൾക്കാരെ വിലയിരുത്താനും പറ്റില്ല. എന്തായാലും ഭരണമാറ്റം നമ്മളിവിടെ ആഗ്രഹിക്കുന്നു. എന്തായാലും എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് ചൂടൊക്കെ? എങ്ങനെയുണ്ട്? ഇപ്പോൾ കുഴപ്പമില്ലാതെ നടക്കുന്നു. കുഴപ്പമില്ലാതെ നടക്കുന്നു. നിലവിലെ സാഹചര്യത്തിൽ നമ്മുടെ മണ്ഡലത്തിലെ വിജയസാധ്യത ആർക്കാ? അപ്പൊ എങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റില്ല. എങ്ങനെ ഈ പ്രാവശ്യത്തെ വോട്ടൊക്കെ പ്രചരണമൊക്കെ ചൂട് പിടിച്ചോ? ചൂട് പിടിച്ചൊന്നും തോന്നുന്നില്ല. അത് മന്നിപ്പന്നാണ്. തീർച്ചയായിട്ടും ഒരു തൂക്ക് മന്ത്രിസഭ നമ്മൾ പ്രതീക്ഷിക്കും. എന്തായാലും ഒരു UDF എന്നാലും അങ്ങനെ വരില്ല. എന്തായാലും തൂക്ക് മന്ത്രിസഭ.
ജനവിധി 2014 നിങ്ങൾക്കായി സമർപ്പിച്ചത് കല്യാൺ സിൽക്സ്. അഖില കേരള എഴുത്തച്ഛൻ സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ സംഘടിപ്പിച്ച സംവരണ സംരക്ഷണ മഹാറാലിയും പൊതുസമ്മേളനവും VS സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. സ്വരാജ് റൌഡിൽ നിന്നും ആരംഭിച്ച തെക്കേ ഗോപുരനടയിൽ സമാപിച്ച റാലിക്ക് ശേഷം നടന്ന പൊതുസമ്മേളനത്തിൽ സമാജം സംസ്ഥാന പ്രസിഡന്റ് TK ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. വ്യത്യസ്ത മേഖലകളിൽ സേവനമനുഷ്ഠിക്കുന്ന സമുദായാംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു. പോലീസ് അക്കാദമി അസിസ്റ്റന്റ് ഡയറക്ടർ CK ശങ്കരനാരായണൻ, ഹരിശ്രീ വിദ്യാനിധി സ്കൂൾ പ്രസിഡന്റ് TG ചന്ദ്രകുമാർ, ജോയിന്റ് RTO KT മോഹനൻ, അശ്വിനി ആശുപത്രി ചെയർമാൻ VG സുരേഷ് എഴുത്തച്ഛൻ എന്നിവരെയാണ് ചടങ്ങിൽ ആദരിച്ചത്. സമാജം സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രൊഫസർ TB വിജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. പ്രൊഫസർ ഡോക്ടർ VK ലക്ഷ്മൺകുമാർ, KA സുധീർ ബാബു, അഡ്വക്കേറ്റ് N സന്തോഷ്, KK വാരിജാക്ഷൻ എന്നിവർ പങ്കെടുത്തു. തൃശൂരിൽ കലാമണ്ഡലം പത്മനാഭൻ അനുസ്മരണം നടത്തി. കലാമണ്ഡലം പത്മനാഭൻ നായർ സ്മാരക ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ചടങ്ങ് പ്രൊഫസർ KP ശങ്കരൻ ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റ് ചെയർമാൻ MP മോഹനൻ അധ്യക്ഷനായിരുന്നു. കലാമണ്ഡലം മുൻ സെക്രട്ടറി N രാധാകൃഷ്ണൻ നായർ മുഖ്യാതിഥിയായിരുന്നു. ട്രസ്റ്റ് സെക്രട്ടറി V വേണുഗോപാൽ, പത്മശ്രീ കലാമണ്ഡലം ഗോപി, KK ഗോപാലകൃഷ്ണൻ, P മുരളീധരൻ, അഡ്വക്കേറ്റ് CK നാരായണൻ നമ്പൂതിരിപ്പാട്, V ശശികുമാർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് സുഭദ്രാഹരണം കഥകളി അരങ്ങേറി. ആറാട്ടുപുഴ പൂരത്തിലെ പങ്കാളിയായ നെട്ടിശ്ശേരി ശിവശാസ്താ ക്ഷേത്രത്തിൽ പൂരം പുറപ്പാട് നടന്നു. നവീകരണ കലശ ഫണ്ട് സമാഹരണത്തിന്റെ ഭാഗമായുള്ള കൂപ്പൺ ഉദ്ഘാടനവും ഇതോടൊപ്പം നടന്നു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MP ഭാസ്കരൻ നായർ കൂപ്പൺ ഉദ്ഘാടനം നിർവഹിച്ചു. ബോർഡംഗം KD ബാഹുലയൻ അധ്യക്ഷനായിരുന്നു. സാഹിത്യകാരൻ മാടമ്പ് കുഞ്ഞുകുട്ടൻ, കൊച്ചിൻ ദേവസ്വം ബോർഡ് കമ്മീഷണർ KR ഹരിദാസ്, സെക്രട്ടറി രാജലക്ഷ്മി, തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് പ്രൊഫസർ M മാധവൻകുട്ടി, ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ രഞ്ജിത് കൃഷ്ണൻ നമ്പൂതിരി, T രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗജരാജൻ കുട്ടംകുളങ്ങര രാമദാസ് അനുസ്മരണം നടന്നു. കുട്ടംകുളങ്ങര ക്ഷേത്രം ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനം സാഹിത്യകാരൻ മാടമ്പ് കുഞ്ഞുകുട്ടൻ ഉദ്ഘാടനം ചെയ്തു. ആന ചികിത്സകരായ ആവണപ്പറമ്പ് മഹേശ്വരൻ നമ്പൂതിരിപ്പാട്, ഡോക്ടർ KC പണിക്കർ, ഡോക്ടർ PB ഹരിദാസ്, ഡോക്ടർ TS രാജീവ്, തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് M മാധവൻകുട്ടി, സെക്രട്ടറി C വിജയൻ, മുൻ MLA AM പരമൻ, കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഗിരീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പത്മശ്രീ ബഹുമതിക്ക് അർഹയായ കലാമണ്ഡലം സത്യഭാമയെ ശിഷ്യരുടെയും സുഹൃത്തുക്കളുടെയും നേതൃത്വത്തിൽ തൃശൂരിൽ ആദരിച്ചു. കലാമണ്ഡലം വൈസ് ചാൻസലർ PN സുരേഷ് ഉപഹാര സമർപ്പണം നടത്തി. P ചിത്രൻ നമ്പൂതിരിപ്പാട് അധ്യക്ഷനായിരുന്നു. കലാമണ്ഡലം ഭാഗ്യശ്ശേരി സംവിധായകൻ ഷാജി N കരുൺ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. പ്രൊഫസർ ജോർജ് S പോൾ മുഖ്യപ്രഭാഷണം നടത്തി. കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ KK സുന്ദരേശൻ, പത്മശ്രീ കലാമണ്ഡലം ക്ഷേമാവതി, MP സുരേന്ദ്രൻ, കലാമണ്ഡലം MPS നമ്പൂതിരി, CK തോമസ് എന്നിവർ സംസാരിച്ചു. ആലത്തൂർ നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി KA ഷീബയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഭാരതീയ ദളിത് കോൺഗ്രസ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ വോട്ട് വണ്ടി യാത്ര തുടങ്ങി. നിയോജക മണ്ഡലം പ്രസിഡന്റ് ബിജു ആട്ടൂർ നയിക്കുന്ന വോട്ട് വണ്ടിയുടെ ഉദ്ഘാടനം ഗാന്ധിയനും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ MK അയ്യപ്പൻ നിർവഹിച്ചു. MN പരമേശ്വരൻ അധ്യക്ഷനായിരുന്നു. ജനപക്ഷ സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ തൃശൂരിൽ സാംസ്കാരിക കൂട്ടായ്മ നടത്തി. ഡോക്ടർ CV രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ഷൊർണൂർ കാർത്തികേയൻ, MP സുരേന്ദ്രൻ, പ്രൊഫസർ ജോൺ സിറിയക് തുടങ്ങിയവർ സംസാരിച്ചു. പൂങ്കുന്നം പുഷ്പഗിരി ശ്രീ സീതാരാമസ്വാമി ക്ഷേത്രത്തിലെ ശ്രീരാമനവമി ആഘോഷങ്ങളോടനുബന്ധിച്ച് ശ്രീരാമ രക്ഷാമന്ത്ര പൂജ നടന്നു. സമസ്ത ജനവിഭാഗങ്ങളുടെയും സമഗ്ര ശ്രേയസിനും നവഗ്രഹ പ്രീതിക്കും ഗ്രഹദോഷ പരിഹാരത്തിനുമാണ് പൂജ നടത്തിയത്. തുടർന്ന് പ്രസാദ വിതരണവും ഉണ്ടായി. ശ്രീരാമ രക്ഷാമന്ത്ര പൂജയിലും ശ്രീരാമനവമി ആഘോഷങ്ങളിലും പങ്കെടുക്കുന്നതിനായി നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിൽ എത്തിയത്. ശ്രീരാമനവമി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള ശീവേലി എഴുന്നള്ളിപ്പും ഭഗവാന്റെ ഗ്രാമരഥ പ്രയാണവും നടന്നു. ഇനി വാണിജ്യം. ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെ വൈവിധ്യങ്ങളുമായി പ്ലാനറ്റ് ഫാഷൻ തൃശൂർ സെലക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചു. കല്യാൺ സിൽക്സ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ TS പട്ടാഭിരാമൻ പ്ലാനറ്റ് ഫാഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. VS സുനിൽകുമാർ MLA, മാനേജിംഗ് പാർട്ണർമാരായ ജോസഫ് തോമസ്, മരിയ ജോസ്ലിൻ ജോസഫ് എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. അലൻ സോളി, വാൻ ഹെസ്ലിൻ, പീറ്റർ ഇംഗ്ലണ്ട്, ലൂയിസ് ഫിലിപ്പ് തുടങ്ങിയ ബ്രാൻഡുകളുടെ വസ്ത്രവൈവിധ്യങ്ങളാണ് പ്ലാനറ്റ് ഫാഷനിൽ ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത്.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി, MG റോഡ്, രാംദാസ് തിയേറ്ററിന് സമീപം, തൃശൂർ. AICC അധ്യക്ഷ സോണിയാഗാന്ധി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി നാളെ തൃശൂരിൽ. തേക്കിൻകാട് മൈതാനിയിലാണ് സോണിയയുടെ പ്രചാരണ ചടങ്ങ്. തൃശൂർ നഗരത്തിൽ നാളെ ഗതാഗത നിയന്ത്രണം. 17ാമത് പാലയൂർ മഹാതീർത്ഥാടനത്തിൽ 10,000 പങ്കെടുത്തു. സുദൃഢമായ കുടുംബ ബന്ധങ്ങളാണ് കേരളത്തെ ദൈവത്തിന്റെ സ്വന്തം നാടാക്കുന്നതെന്ന് ഫരീദാബാദ് രൂപത ആർച്ച് ബിഷപ്പ് മാർ കുര്യാക്കോസ് ഭരണിക്കുളങ്ങര. കിർമാണി മനോജുമായുള്ള ബന്ധം പുറത്തുവന്ന സ്ഥിതിക്ക് വടകരയിലെ AM ഷംസീറിന്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ച് ജനങ്ങളോട് മാപ്പു പറയാൻ CPM തയ്യാറാകണമെന്ന് KK രമ. RMP പുറത്തുവിട്ട ഫോൺ രേഖകൾ ആരുടേതാണ് എന്ന് തെളിയിക്കണമെന്ന വെല്ലുവിളി ഏറ്റെടുക്കുന്നതായും രമ. 3 വർഷത്തിനുള്ളിൽ ക്ഷേമ പെൻഷനുകളുടെ തുക 4 ഇരട്ടിയായി വർദ്ധിപ്പിച്ച ഏക സർക്കാരാണ് ഉമ്മൻചാണ്ടി സർക്കാരെന്ന് VT ബൽറാം MLA. CPM സീറ്റ് വിൽപ്പനയാണ് നടത്തുന്നത് എന്നും ബൽറാം.